ഹായ് നമസ്കാരം. ഞാൻ അഭിജിത്ത് പോലോളപ്പിൽ. നമ്മളിന്ന് വന്നിട്ടുള്ളത് മൊബൈലിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മൈക്രോഫോൺ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്. ഹോളിലാൻഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ലാർക്ക് M2 എന്ന് പറഞ്ഞ ബ്രാൻഡാണ് നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ സാധനങ്ങളൊക്കെ എന്താണെന്ന് നോക്കാം, ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം, അതുപോലെ തന്നെ ഇത് എത്രമാത്രം ക്വാളിറ്റി നൽകുന്നുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. പ്രൈസ് വൈസും ഒക്കെയാണ്. ഏകദേശം ഇത് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ പ്രൈസ് വൈസും വലിയ ഹൈ പ്രൈസ് ഒന്നും പറയാനില്ല. പിന്നെ എനിക്ക് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടമായ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക സംഭവമാണ്. വേറൊരു ബ്രാൻഡിലും ഇങ്ങനൊരു ഐറ്റം കണ്ടിട്ടില്ല. അപ്പം അത്രയും ക്വാളിറ്റിയോട് കൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ട് മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന ഒരു ബ്രാൻഡാണിത്. നമുക്ക് അതിൻ്റെ വിശദ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ബോക്സ് തന്നെ ഒരു നല്ലൊരു ക്വാളിറ്റി ബോക്സാണ്. ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടുന്നത് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടച്ച് എന്ന് പറഞ്ഞിട്ട് അവരായിട്ട് കോൺടാക്ട് ചെയ്യാൻ ഉള്ള ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയൊക്കെ കോൺടാക്ട് ചെയ്യണം കാര്യങ്ങൾ എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. പല ബ്രാൻഡുകാരും ഇതുപോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല. പാക്കേജിങ് ലിസ്റ്റാണ് ഇതിൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഐറ്റംസ് ഉണ്ടെന്നുള്ളത് അത് നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ വിശദമായിട്ട്. പിന്നെ നമുക്ക് കുറച്ച് ഇമോജീസ് തന്നിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ മൈക്കിന് അവരുടെ ലോഗോയ്ക്ക് പകരം നമുക്ക് ഈ ഇമോജീസ് നമുക്ക് സ്റ്റിക്കറായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അത് ആവശ്യമുള്ളവർ ഉപയോഗിച്ചാൽ മതി, നിർബന്ധമില്ല. ഫുൾ ഡീറ്റെയിൽസ് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ, അതുപോലെ വാറണ്ടി കാർഡ്, അങ്ങനെ എല്ലാം അടങ്ങിയൊരു കിറ്റാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇതിൻ്റെ ബോക്സിൻ്റെ വലിയ ബോക്സിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ബോക്സ് ലഭിക്കുന്നുണ്ട്. ഈ ബോക്സിലാണ് നമ്മുടെ മൈക്കും അതിൻ്റെ അനുബന്ധ സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിൽ എന്തൊക്കെയുണ്ടെന്നുള്ളത്. കണ്ട, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബോക്സാണ്. നല്ല ഹാൻഡിൽ ചെയ്യാനൊക്കെ നല്ല ഈസി ആയിട്ടുള്ളൊരു ബോക്സാണ് കേട്ടോ. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ 2 ട്രാൻസ്മിറ്ററും ഒരു റിസീവറും ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അക്സസറീസ് എന്തൊക്കെ വരുന്നുണ്ട് നോക്കാം. ഇവർ കൊടുത്തിരിക്കുന്നത് കണ്ട് ഒരു നൈസായിട്ടൊരു ബാഗിലാണ്, ഒരു ഹാൻഡ് ബാഗ്, ചെറിയൊരു കെട്ടിപ്പൂട്ടി വെക്കാവുന്ന രീതിയിലുള്ള ഒരു ഹാൻഡ് ബാഗാണ്. അപ്പോൾ ഇതിൽ ഇനി എന്തെല്ലാം ഐറ്റംസ് ആണ് വന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റിന് നമുക്കൊരു ചാർജർ നൽകുന്നുണ്ട്. C ടൈപ്പ് ചാർജറാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 1 2 വേറെ ആണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഉപയോഗം ഞാൻ കാണിച്ചു തരാം. ഇതൊരു നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അതായത് മറ്റ് ബ്രാൻഡുകളിലൊന്നും കാണാൻ കഴിയാത്തൊരു പ്രൊഡക്റ്റാണ് കേട്ടത്. ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കൗതുകം തോന്നിയത് ഈ പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിൽ. പിന്നെ ഇത് വന്നിട്ട് നമുക്ക് ഒരു ക്ലിപ്പാണ്. നമുക്ക് ഷർട്ടുമോ ക്ലോത്തുമോ ഒക്കെ പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ക്ലിപ്പാണ്. അതോടൊപ്പം ഇതിലും മാഗ്നറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ട്രാൻസ്മിറ്ററൊക്കെ നമുക്ക് ഉപയോഗിക്കുന്നത് വിത്ത് മാഗ്നറ്റിക് ഫെസിലിറ്റിയോട് കൂടിയിട്ടാണ്. അങ്ങനെയാണ് നമ്മളിത് ഷർട്ടിലൊക്കെ വെയർ ചെയ്തിട്ട് ഉപയോഗിക്കുന്നത്. ഇനി അതോടൊപ്പം തന്നെ ഒരു നോയിസ് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോഞ്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് ഈ ഒരു ബ്രാൻഡിൻ്റെ കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഇതേ മോഡലിൽ നമുക്ക് ക്യാമറയിലേക്ക് പിടിപ്പിക്കാൻ പറ്റുന്ന റിസീവറുള്ള പ്രൊഡക്റ്റും കൂടി ഉണ്ട്. ഇതേ ടൈപ്പിലും വരുന്നുണ്ട്. നമ്മൾ മേടിച്ചിരിക്കുന്ന മൊബൈലിലേക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ളതാണ്. കാരണം നമ്മൾ കൂടുതലും വ്ളോഗ് ചെയ്യുന്നത് മൊബൈലിൽ കൂടെയാണ്. അതുകൊണ്ടാണ് മൊബൈലിൻ്റെ മാത്രം ഉപയോഗിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഏകദേശം ഈ ഒരു ബോക്സിനുള്ളിൽ വന്നിട്ടുള്ള 10 ഐറ്റംസിൻ്റെ ഒരു പാക്കേജ് ആയിട്ടാണ് നമുക്ക് ഈ ഹോളിലാൻഡിൻ്റെ ലാർക്ക് M2 എന്ന് പറഞ്ഞ ബ്രാൻഡ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് ഓരോന്നും വെയർ ചെയ്ത് നോക്കാം. എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഉപയോഗങ്ങളെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ മൈക്കൊന്ന് മാറ്റേണ്ടതുണ്ട്. ഞാൻ എൻ്റെ പഴയ മൈക്കാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മൈക്കൊന്ന് മാറ്റാം. അപ്പോൾ അതോടൊപ്പം അതിൻ്റെ ക്ലാരിറ്റിയും കൂടെ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതിന് ആദ്യം തന്നെ നമ്മൾ ഒരു റിസീവറും ഒരു ട്രാൻസ്മിറ്ററും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് റീപ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ ക്വാളിറ്റിയിലേക്ക് കിടക്കാം. നമുക്കപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ട്രാൻസ്മിറ്റർ എങ്ങനെയാണ് ഫിക്സ് ചെയ്യണമെന്ന് നോക്കാം. ഇത്രയും ചെറുതായിട്ട് വരുന്ന ട്രാൻസ്മിറ്ററാണിത്. അതായത് നമുക്ക് ഈ തള്ളവിരൽ കാണിച്ചു കഴിഞ്ഞാൽ ഇത്രയും വലിപ്പമേ ഉള്ളൂ ഈ ട്രാൻസ്മിറ്ററിന്. ഇതിൻ്റെ പുറകിലായിട്ടൊരു മാഗ്നറ്റ് ആണുള്ളത്. അപ്പോൾ ഈ മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് സിമ്പിളായിട്ട് നമ്മുടെ ഷർട്ടിൻ്റെ പുറകിലൊക്കെ നമുക്ക് പ്ലേസ് ചെയ്യാം. അതാണ് ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കണ്ടോ, ഒരു ബട്ടൺസ് ഇരിക്കണമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത. അതുമാത്രമല്ല ഈ ഒരു സ്പോഞ്ചിൽ നമുക്ക് വോയിസിൻ്റെ ക്ലാരിറ്റി നല്ലപോലെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ കഴിയും. അതായത് നമുക്ക് അത്യാവശ്യത്തിന് നോയിസ് ക്യാൻസലിങ് കുറച്ച് ഷാർപ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് നമുക്കതിനെ കട്ട് ചെയ്യാനൊക്കെ കഴിയും. അതും അത്യാവശ്യം നല്ലൊരു ക്ലാരിറ്റിയോട് കൂടിയാണ് വരുന്നത്.
അപ്പോൾ ഇത് പ്ലേസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഈ മൈക്ക് ഈ ട്രാൻസ്മിറ്റർ വന്നിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി ഫിക്സ് ചെയ്യണം. ഇതിൻ്റെ ഉള്ളിൽ ഒരു തരം റബ്ബർ ബാൻഡ് പോലെ ഒരു പ്രൊഡക്റ്റാണ്, കണ്ടോ. ഇത് നമുക്കിനി ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ഇതിൻ്റെ പുറകിലും മാഗ്നറ്റ് ഉണ്ട്. ഈ മാഗ്നറ്റ് വെച്ചിട്ട് നമുക്ക് ഇത് ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് ഫിക്സ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഉപയോഗം വരുന്നത്. പിന്നെ നെക്സ്റ്റ് നമ്മുടെ പ്രോഡക്റ്റ് വന്നിട്ട് ഒരു കഴുത്തിലൊക്കെ അണിയാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു മാലയാണ്. അപ്പോൾ ഇത് വളരെ ഉപയോഗമുള്ളൊരു സംഭവമാണ്. നമുക്ക് എപ്പോഴും വേണമെങ്കിൽ കഴുത്തിൽ വെയർ ചെയ്ത് നടക്കാം. എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് മൈക്കൊക്കെ എടുത്ത് ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയിലൊക്കെ വളരെ ഉപകാരപ്രദമായൊരു സംഭവമാണിത്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം ഞാൻ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതും വന്നിട്ടുള്ളത് ഉള്ളിൽ ഒരു മാഗ്നറ്റോട് കൂടിയാണ്. അപ്പോൾ ഈ മാഗ്നറ്റിലേക്ക് നമ്മുടെ ട്രാൻസ്മിറ്റർ വന്നിട്ട് സിമ്പിളായിട്ട് അതിങ്ങനെ പിടിപ്പിക്കുകയാണ്, കണ്ടോ. അതിന് ശേഷം നമ്മളിത് നമ്മുടെ ആവശ്യത്തിനുള്ള സൈസിലേക്ക് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ തലവഴി ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യാൻ കഴിയും. നമ്മുടെ ആദ്യം വെച്ച മൈക്ക് കാരണം അതിലേക്ക് മാഗ്നറ്റിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. ഇത് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഓക്കെ, കണ്ടോ. ഇതുപോലെ നമുക്ക് കഴുത്തിലും അണിയാം. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ കഴുത്തിൽ ഷർട്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇടാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇത് എപ്പോൾ വേണമെങ്കിൽ കൊണ്ട് നടന്ന് ഉപയോഗിക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാം. പക്ഷേ ഇതിൽ ഞാൻ കണ്ടൊരു ഡീമെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ മാഗ്നറ്റുകൾ നമ്മൾ സേഫായിട്ട് ഉപയോഗിക്കണം. നമ്മൾ മറ്റു മൈക്കുകളൊക്കെ ക്ലിപ്പിൽ നിന്ന് വലിച്ചെടുക്കണം പോലെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ മാഗ്നറ്റ് താഴെ വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന് വേറെ ഹോൾഡിങ് ഓപ്ഷൻ ഒന്നുമില്ല, ഇത് ഇവിടെ തന്നെയാണ് ഹോൾഡ് ചെയ്യുക. അപ്പം നമ്മൾ ആ ഒരു കാര്യം നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. ധൃതി പിടിച്ചൊന്നും ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനൊരു ഡ്രോബാക്ക് ഇതിന് കാണുന്നുണ്ട്. വളരെ സൂക്ഷിച്ച് തന്നെ ഹാൻഡിൽ ചെയ്യണം. കാരണം ഇത് വളരെ വലിപ്പം കുറഞ്ഞൊരു ട്രാൻസ്മിറ്ററാണ്. അതോടൊപ്പം തന്നെ എന്താ പറയുക, വേറൊരു ഹാർഡ് ക്ലിപ്പോ അങ്ങനത്തെ സംഭവമൊന്നുമില്ല. എല്ലാം മാഗ്നറ്റിലാണ് വർക്ക് ചെയ്യണത്. ഈവൻ നമുക്ക് ഷർട്ട് ക്ലിപ്പും വരുന്നുണ്ട്. ഷർട്ട് ക്ലിപ്പ് വന്നിട്ട് അതും മാഗ്നറ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് അതും ഇതുപോലെ തന്നെ കണ്ടോ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്ലിപ്പ് ലഭിക്കുന്നുണ്ട്. അതും നമുക്ക് ഇതുപോലെ നമുക്ക് ക്ലിപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ ട്രാൻസ്മിറ്റർ ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം, അതായത് ഡിസ്റ്റൻസ് ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. ഏകദേശം ഒരു 1000 ഫീറ്റിൻ്റെ അടുത്താണ് കമ്പനി പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ട്രാൻസ്മിറ്ററിൻ്റെ ലെങ്ത് ഒന്ന് ചെക്ക് ചെയ്യാൻ പോകട്ടെ. ഏകദേശം നമ്മൾ ആ അറ്റത്തേക്കാണ് പോണത്. അറ്റത്ത് എത്തിയിട്ട് നോക്കാം ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നുള്ളത്. ഡിസ്റ്റൻസിൽ നമുക്ക് എത്രമാത്രം കണ്ട് റിസീവ് ചെയ്യാൻ പറ്റുന്നുള്ളൊന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനാണ് ഇത് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ അറ്റം വരെ പോകുന്നുണ്ട്. അറ്റത്തേക്ക് എത്തുമ്പോൾ ഇത് ഓൾമോസ്റ്റ് ഒരു 25 മീറ്ററിൻ്റെ അടുത്ത് ഡിസ്റ്റൻസ് വരുന്നുണ്ട്. അപ്പം നമ്മുടെ പ്രൊഡക്റ്റ് വന്നിട്ട് 1000 ഫീറ്റാണ് ഇതിൻ്റെ ഡിസ്റ്റൻസ് പറയണത്. അപ്പോൾ നമുക്ക് ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. ഇത്രയും ദൂരത്തിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ഡിസ്റ്റൻസിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. നമ്മൾ ഏകദേശം ഇത്രയും ഡിസ്റ്റൻസിൽ എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ടാണ്, വേറെ തടസ്സങ്ങളൊന്നുമില്ല. അപ്പോൾ ഡിസ്റ്റൻസിൽ നിന്ന് ഒരു സൈഡിലേക്കൊക്കെ ഒന്ന് മാറിയിട്ട് കുറച്ച് കർവ്ഡായിട്ടുള്ള ഒരു പ്ലേസിലേക്കൊന്ന് പോയി നോക്കുകയാണ്. നമുക്കപ്പോൾ അതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് അറിയാം. ഇതിപ്പോൾ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റി അറിയുള്ളൂ. അത്യാവശ്യം നല്ലൊരു ഡിസ്റ്റൻസിൽ തന്നെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ ചെക്ക് ചെയ്യാം. അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണ്, നല്ലൊരു റേഞ്ചിൽ നിൽക്കുന്ന ബ്രാൻഡാണ്. ക്വാളിറ്റി വൈസ് നമുക്ക് നോയ്സ് ക്യാൻസലിംഗ് എല്ലാം വളരെ വ്യക്തമായിട്ട് വർക്കാവുന്നുണ്ട്. കിതച്ചു അത്യാവശ്യം പോയി വന്നപ്പോൾ. നല്ല വെയിലുമാണ്, നല്ല ചൂടാണ്. നമ്മൾ നേരത്തെ പിടിച്ച വീഡിയോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് ഒന്ന് കറക്റ്റ് എത്ര ഉണ്ടാവുമെന്നൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത്. അപ്പോൾ നമ്മളിൽ അത്യാവശ്യം നീളമുള്ള ടേപ്പ് ഉണ്ട്. ഇത് 50 മീറ്ററാണ് സിംഗിൾ ലെങ്ത് വരുന്നത്. അത് നമുക്ക് മൊത്തം ലെങ്ത് എത്രയുണ്ടെന്ന് നോക്കാം. നേരത്തെ 25 മീറ്ററാണ് ഞാൻ ലെങ്ത് പറഞ്ഞത്. 25 പോരാ അതിൽ. ഇവിടെ എത്തിയപ്പോൾ ഏകദേശം 50 മീറ്റർ കഴിഞ്ഞു. ഇനി ബാക്കി എത്രയുണ്ട് നോക്കാം. 18 മീറ്റർ കിട്ടിയിട്ടുണ്ട് എക്സ്ട്രാ കേട്ടോ. 68 മീറ്ററാണ് നമുക്ക് ടോട്ടല് നമുക്ക് ലെങ്ത് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു ക്ലാരിറ്റി തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് കേട്ടോ. നല്ലൊരു പെർഫോമൻസും കാഴ്ചവെക്കുന്നുണ്ട് നമ്മുടെ ബ്രാൻഡ്. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ റേഞ്ച് നമ്മൾ ചെക്ക് ചെയ്ത് 68 മീറ്ററിലാണ്. 68 മീറ്റർ എന്ന് പറയുമ്പോൾ ഒരു 223 ഫീറ്റിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ കമ്പനി അവകാശപ്പെടുന്ന ഏകദേശം 1000 ഫീറ്റിൻ്റെ അടുത്താണ്
അപ്പോൾ നമുക്ക് 1000 ഫീറ്റ് കിട്ടിയില്ലെങ്കിൽ ഒരു 500 ഫീറ്റ് ഗ്യാരണ്ടിയാണ്. കാരണം നമ്മൾ ഈ 223 ഫീറ്റിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ചെറിയൊരു ഡിസ്റ്റർബൻസ്, ചെറിയ രീതിയിലൊരു ഡിലേ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് 1000 ഫീറ്റിലേക്ക് എത്തും എന്നുള്ള ഡൗട്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ ചെക്ക് ചെയ്താൽ ഇനി അത് കൃത്യമായിട്ട് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ 223 ഫീറ്റ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അതിലേക്ക് എത്താൻ സാധ്യത കുറവാണ്. ഇനിയിപ്പോൾ എങ്ങനെയാണെന്നുള്ള അറിയില്ല. നമ്മൾ 1000 ഫീറ്റിലൊക്കെ പോയി നിന്നതിന് ശേഷം നമ്മൾ സംസാരിച്ചു കൊടുക്കുമ്പോൾ ക്ലാരിറ്റി കിട്ടുമോ, അതോ ഈ ഞാൻ വാക്ക് ചെയ്തുകൊണ്ടാണോ അതിൻ്റെ ക്ലാരിറ്റി പോയത് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഈ 223 ഫീറ്റിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെയാണ് കിട്ടിയത്. ഇത്രയും ദൂരത്ത് നമ്മൾ നിന്ന് സംസാരിക്കുമ്പോഴും നമുക്ക് മറ്റൊരു പുറത്തുനിന്നുള്ള സൗണ്ടോ കാറ്റിൻ്റെ സൗണ്ടോ അങ്ങനെ ഒരു രീതിയിലുള്ള സൗണ്ട് ഡിസ്റ്റർബൻസും നമുക്ക് ഇതിൽ വന്നിട്ടില്ല എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഞാൻ ഒരുപാട് ഒച്ചയെടുത്തിട്ടും സ്ട്രെയിൻ ചെയ്തിട്ടും നല്ല സംസാരിച്ച് വളരെ സിമ്പിളായിട്ട് വളരെ സ്മൂത്തായിട്ട് നമ്മൾ അടുത്ത് നിൽക്കുന്ന ഒരാളോട് സംസാരിക്കുന്ന രീതിയിൽ തന്നെയാണ് സംസാരിച്ച്. അപ്പോൾ അത്രയും മൈനറായിട്ടുള്ള ഒരു സൗണ്ട് വരെ ഇതിൽ ക്യാച്ച് ചെയ്തു എന്നുള്ളതാണ്. എന്നാൽ പുറത്തുനിന്നുള്ള ഡിസ്റ്റർബൻസ് ആയിട്ടുള്ള വോയിസുകളൊന്നും ഇതിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ നല്ലൊരു ബ്രാൻഡാണ്, പ്രൊഫഷണൽസിന് അത്യാവശ്യം ഉപയോഗിക്കാവുന്ന ഒരു ബ്രാൻഡ് കൂടിയാണ്. കാരണം അതിന് നല്ലൊരു ക്വാളിറ്റി നൽകുന്നുണ്ട്. ഇനി നമുക്ക് സ്പോഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്പോഞ്ചൊക്കെ വെക്കുമ്പോൾ ഇനിയും ക്ലാരിറ്റിയിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നോയിസ് ക്യാൻസലിങ്ങിലാണ് ഞാൻ ഇത്രയും നേരം വർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നോയിസ് ക്യാൻസലിംഗ് ക്യാൻസൽ ചെയ്തിട്ട് ഇതിൻ്റെ ക്ലാരിറ്റി എങ്ങനെ ഉണ്ടാവുന്നതെന്ന് നമുക്ക് നോക്കി നോക്കാം. നോയിസ് ക്യാൻസലിംഗ് എടുത്തു കളഞ്ഞിരിക്കുകയാണ്, ആ ഫംഗ്ഷൻ ഓഫ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്ലാരിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. പുറമേയുള്ള വേറെ സൗണ്ടുകൾ, ഇവിടെ ഫാനൊക്കെ ഇട്ടുണ്ട്, ഫാനിൻ്റെ സൗണ്ടൊക്കെ കിട്ടുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. നോയിസ് ക്യാൻസലിംഗ് ഫംഗ്ഷൻ ഓഫ് ചെയ്തിട്ടുള്ള ക്വാളിറ്റിയാണ്. വലിയ രീതിയിലുള്ള ഡിസ്റ്റർബൻസ് ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതായത് ചെറിയ ചെറിയ സൗണ്ടുകളൊക്കെ ക്യാച്ച് ചെയ്ത് തുടങ്ങിയപ്പോഴും ഫാനിൻ്റെ ഒരു ചെറുതായിട്ട് ഫാനിൻ്റെ ഒരു എരമ്പലും കേൾക്കുന്നുണ്ട്. അപ്പോൾ അതല്ലാതെ നമുക്ക് വേറെ ഡിസ്റ്റർബൻസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. വിത്തൗട്ട് നോയിസ് ക്യാൻസലിങ്ങും വിത്ത് നോയിസ് ക്യാൻസലിംഗ് ആയാലും നമുക്ക് വലിയ കാര്യമായൊരു ഡിഫറൻസിലേക്ക് വരുന്നില്ല. എങ്കിൽ പോലും നമ്മൾ നോയിസ് ക്യാൻസലിംഗ് ഫംഗ്ഷൻ ഓൺ ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും സേഫ്. കാരണം നമുക്ക് മറ്റ് സൗണ്ടുകൾ വരാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതിനൊരു എന്താ പറയുക, ഒരു പ്രിക്കോഷൻസ് എന്നുള്ള രീതിയിൽ എപ്പോഴും നോയിസ് ക്യാൻസലിംഗ് ഫംഗ്ഷനിൽ വർക്ക് ചെയ്യണമായിരിക്കും എപ്പോഴും നന്നാവുക. ഇല്ല, നമുക്ക് പുറത്തത്തെ സൗണ്ടൊക്കെ ആവശ്യമുള്ള സമയമാണെങ്കിൽ പിന്നെ കോമൺ വേയിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ രണ്ടാണെങ്കിൽ പോലും നമുക്ക് വലിയ ക്വാളിറ്റി വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതുമാത്രമല്ല, നല്ല ഒരു സൗണ്ട് ക്ലാരിറ്റി തന്നെ നൽകുന്നുണ്ട്. നമ്മുടെ ഒറിജിനൽ വോയിസ് മാക്സിമം കണ്ട് അത് ക്യാച്ച് ചെയ്യുന്നുണ്ട്, ട്രാൻസ്മിറ്റ് ചെയ്യണമുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ക്വാളിറ്റിയെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല ബ്രാൻഡാണ്. ഇത് വന്നിട്ട് ലാർക്ക് M2 എന്ന് പറഞ്ഞ മോഡലാണ് ഹോളിലാൻഡിൻ്റെ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ആമസോണിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. ഏതായാലും ഞാൻ അത് ഉപയോഗിച്ചു, അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അൺബോക്സിങ് റിവ്യൂടെ സ്റ്റോപ്പ് ചെയ്യാണ്. താങ്ക് യു.